പപ്പാ എന്താടാ പപ്പാ സോഫിയ കുഞ്ഞിന്റെ പേര് വിളിച്ചു വിളിക്കണോ ഒരിടത്തെ രാവിലെ തന്നെ? അത് ഞാൻ നിങ്ങളോടൊരു കുറച്ച് കാര്യം ഇപ്പം പറഞ്ഞുതരാം. എന്താണ്? അതെ ഓ കാര്യദർശന നമ്മുടെ ജോബിറ്റിന്റെ കല്യാണമൊക്കെ ശ്രദ്ധയിൽ കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ജോബിറ്റിനോട് അത് മേടിക്കും ഇത് മേടിക്കാനൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവൻ നമ്മുടെ ഈ കുടുംബത്തിനോട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമൊക്കെ ശരി. പക്ഷെ ഇപ്പൊ അവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ജീവിത പങ്കാളിയോടൊപ്പം ഒക്കെ ഇരിക്കുന്ന സമയമാണ്. നമ്മളെ പറഞ്ഞതുപോലെ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ അവന്റെ കാര്യങ്ങൾ ചോദിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ഇനി അത് പാടില്ല. പറഞ്ഞ മനസ്സിലായോ? ഞാൻ അവൻ്റെ അപ്പനല്ലേ, അപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? പിന്നെ ഞാൻ ജോലിന്റെ ചേച്ചിയാ. മാത്രമല്ല കല്യാണം കഴിക്കുന്നവർക്ക് അപ്പാട് ഉപേക്ഷിക്കാൻ പറ്റും. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. അത് അവനെ ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. പിന്നെ പപ്പായോടും അത് തന്നെ പറഞ്ഞു. അല്ലെ പപ്പാവിന്റെ കാര്യം തിരക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പൊ അവനൊരു പെണ്ണ് കിട്ടി ഒരു കുടുംബജീവിതം നയിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കയറി നമ്മൾ കയറി ആവശ്യമില്ലാത്ത ഒന്നും പറയാനും പിടിക്കാനും നിൽക്കേണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, പല വീടുകളിൽ പല കുടുംബങ്ങളും തകർന്നു പോകുന്നത് ഈ അവിടെയുള്ള അപ്പനമ്മമാര് സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പൊ അവര് ഒരു തമ്മിൽ തല്ലുണ്ടായി, വലിയ സൗന്ദര്യപ്പണക്കം ഉണ്ടായി. അപ്പൊ അത് അവരിന്ന് തീർത്തോളൂന്ന് നമ്മൾ അതിന്റെ അകത്ത് കയറിയിട്ട് അവരുടെ സൈഡും അവന്റെ സൈഡ് പുള്ളിക്കാരുടെ സൈഡും അങ്ങനെ നിന്ന് അവസാനം ആ ഒരു പ്രശ്നം വലുതാക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ആരും ഇടപെടണ്ടെന്നല്ല പറഞ്ഞത്. ഇടപെടണം. ഇങ്ങനെ കാര്യം പറയട്ടെ. ഇപ്പൊ ജോബിറ്റ് ഇപ്പം റോസുവിനും ഇമ്മുനും അന്നയ്ക്കും വരുമ്പോ എന്തൊക്കെ സാധനം മേടിച്ചോണ്ട് വരുന്നേ അല്ലെ? എത്ര രൂപയുടെ സാധനം മേടിച്ചോണ്ട് വരുന്നേ? ഇനി അത് പറ്റുമോ? ഇനിയിപ്പം പറ്റുമെങ്കിൽ അവൻ ഇനി മേടിച്ചോണ്ട് വരും. ശരിയാണ്. ചിലപ്പം അവനത് മേടിച്ചോണ്ട് വരുമ്പോൾ ചിലപ്പം അവന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടണമില്ല. എന്ന് പറഞ്ഞാൽ അവന്റെ ഭാര്യ അങ്ങനെ ആണെന്നല്ല ഞാൻ പറഞ്ഞേ. നമ്മളെപ്പോഴും അത് കണ്ടുവേണം എപ്പോഴും നിൽക്കേണ്ടത്. അത് നമ്മൾ ആർക്കും ദ്രോഹമാകരുത്, അവർ നമുക്കും ദ്രോഹമാകരുത്. അതുകൊണ്ട് പറഞ്ഞതാ, അല്ല വേറെന്നുകൊണ്ടല്ല. പറഞ്ഞ മനസ്സിലായോ? കാരണം അറിയാം അവർ രണ്ടുപേർക്കും പിള്ളേരെ നമ്മളെല്ലാം ഭയങ്കര ഇഷ്ടം, എല്ലാം നല്ല കുടുംബം. പക്ഷെ ഈ കുടുംബം എപ്പോഴും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആരും ആരുടെ മേൽ ആധിപത്യം പുലർത്താൻ ശ്രമിക്കരുത്. അവരെ ഫ്രീ ആയിട്ട് വിട്ടേക്കുവാ. അവരടിച്ചു വിളിക്കണേ. അവരെവിടെങ്കിലൊക്കെ പോയി അവർ ടൂർ പോവുകയും കറങ്ങുകയും എന്ന് വേണ്ട. പപ്പ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അവര് ഇഷ്ടമുള്ളതുപോലെ അവരങ്ങ് അടിച്ചു പൊളിക്കട്ടെ. ഇത്ര നാൾ ഒരുപാട് അനുഭവിച്ചില്ലേ അവര്. ഇപ്പൊ ഒരു ജീവിതം കിട്ടിയ അവരടിച്ചു പൊളിക്കട്ടെ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എൻജോയ്. അത് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ പപ്പ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കഴിഞ്ഞ പറഞ്ഞ നേരെ നാട്ടിലോട്ട് പോവാ അല്ലേ? കുമളിക്ക് പോവാ. കുമളിക്ക് പോയിട്ട് ഒരു 3 ദിവസം ഞാൻ പറയാം. 10-ാം തീയതി നമ്മൾ അതിഗംഭീരമായിട്ട് തന്നെ റിസപ്ഷൻ ആഘോഷിക്കുന്നു. ഒരു 2 days ഒന്ന് റെസ്റ്റ് ഇതിന്റെ ഹാങ് ഓവർ തീരാൻ ശേഷം ബുധനാഴ്ച നമ്മൾ കുമളിലേക്ക് പോകുന്നു. സൺഡേ കുർബാന കൂടി തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ സൺഡേ ഈവനിങ്ങോ നമ്മൾ തിരിച്ച് റിട്ടേൺ വരുന്നു. പറ്റും. അല്ല എനിക്ക് പറയട്ടെ അവർക്ക് ഹണിമൂൺ ട്രിപ്പ് പാക്കേജ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഹണിമൂൺ ട്രിപ്പ് പോകണ്ടേ? അത് അച്ചായി ഇപ്പൊ കുറച്ച് എന്താ പറയുക, നമ്മൾ അവർക്ക് തടസ്സമാകരുതെന്നല്ല പറഞ്ഞത്. അപ്പോ ഹണിമൂൺ ട്രിപ്പ് ഉണ്ട്. അത് എവിടെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അത് ടിക്കറ്റ് ഒക്കെ റെഡി ആക്കി. അപ്പൊ അവര് സസ്പെൻസ് ആക്കി വെച്ചിരിക്കുന്ന സ്ഥലം. ഹണിമൂൺ ട്രിപ്പ് ഭാര്യ എടുത്താൽ നമ്മള് ഇപ്പൊ കുറച്ച് മാച്ചാണെന്ന് പറഞ്ഞു അവരെ കാട്ടി ഇടപെടാൻ പറഞ്ഞത്. അപ്പൊ ഹണിമൂൺ ട്രിപ്പിന് പപ്പായ കൊണ്ടാവുന്നത് എന്നാ ചോദ്യമാ ഇതില്ലേ? മൂളയില്ലേ? അപ്പൊ ഓക്കെ, ഹണിമൂൺ ട്രിപ്പിന് പോകണം. ഫുള്ളി ബിസിയാ. അപ്പൊ അവരൊരു പാട്ടിന് വിട്ടേക്കുന്ന ഇപ്പൊ അച്ചായ കുറിച്ച് പറഞ്ഞാല് കുമളി പോയി വന്ന ശേഷം ഹണിമൂൺ ട്രിപ്പിന് പോകുന്നു. മെയ് 10-ാം തീയതി റിസപ്ഷൻ സംഭവങ്ങള് ശേഷം ബുധനാഴ്ച രാവിലെ 7 മണിക്കത്തെ വണ്ടിക്ക് പോകുന്നു. പിന്നെ ഒത്തിരി സ്ഥലങ്ങളുണ്ടല്ലോ. കാറ് എന്റെ കാർ എടുക്കുന്നു. നമ്മളെല്ലാവരും അടിച്ചു വിളിക്കുന്നു. സൺഡേ ഈവനിങ്ങോ അല്ലെങ്കിൽ മോർണിംഗ് രാവിലെ മൺഡേ. അപ്പൊ വേറെ കാര്യം ഇപ്പൊ നമ്മളാ പറഞ്ഞു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് എനിക്ക് വേറെ കുറച്ചൊരു പരിപാടിയുണ്ട്. നമ്മൾ ഈ തവണ കുമളി പോയിട്ട് നമ്മൾ വീടിന്റെ അകത്ത് നമ്മൾ ഭക്ഷണം ഒന്നും വെക്കുന്നില്ല. വീടിന്റെ അകത്തല്ല കാട്ടിക്കൊണ്ട് ഭക്ഷണം വെക്കോ? വിശക്കൂലേ? വീണ്ടും തുടങ്ങി. അതല്ല പറഞ്ഞേ, നമ്മളെപ്പോഴും നമ്മുടെ അടുക്കളക്കകത്തൊക്കെ ഇത് വെച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു സുഖമില്ല. അപ്പൊ ചെയ്യുന്നത് പപ്പ ഇങ്ങനൊക്കെ നമ്മൾ പറമ്പിലോട്ട് അങ്ങോട്ട് അടുപ്പ് കൂട്ടുന്നു. ഫയർ ക്യാമ്പ്. അപ്പൊ പറമ്പിലോട്ട് നമ്മള് അടുപ്പ് കൂട്ടി അതെല്ലാം പപ്പ സെറ്റ് ചെയ്തോണം. പറഞ്ഞ മനസ്സിലായോ? പപ്പ അതിനെ സെറ്റ് ചെയ്യുക. എന്നിട്ട് മൊത്തം പറമ്പിലിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ. അങ്ങനെയുണ്ട്. തീ പിടിക്കരുത്, കാരണം ചൂടാ. അതാണ് ഉണക്കമരത്ത് തീ പിടിക്കരുത്, ചൂടാണ്. പിന്നെ മറ്റെന്താണ് ഉണക്കലേക്കും ഉണ്ട്. തീ പിടിച്ചാൽ നിന്നൊക്കെ കത്തും. അപ്പൊ ഫയർ ക്യാമ്പ് മൊത്തത്തിൽ ഫയർ ക്യാമ്പ് ആവും. എന്താ വേണോ? നോക്കാം. പപ്പ
അപ്പൊ എങ്ങനെയാ കുമളിക്ക് നമ്മൾ പോകുന്നു, അടിച്ചു പൊളിക്കുന്നു. നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടിയും കൂടി വന്നിരിക്കുന്നു അല്ലേ? അപ്പൊ നമ്മള് ജീവിതം ആസ്വദിക്കുന്നു, ആഘോഷിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു. ഓക്കെ 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 ഓക്കെ.